പലപ്പോഴും പുറംകടലിൽ യാത്ര ചെയ്യുന്ന ചരക്ക് കപ്പലുകൾ ഏറ്റുമുട്ടുന്നത് കാരണം അവരുടെ ചരക്ക് നഷ്ടപ്പെടാറുണ്ട്. ഈ നഷ്ടങ്ങൾ എല്ലായ്പ്പോഴും കാലാവസ്ഥയുടെയോ ബാഹ്യ ഘടകങ്ങളുടെയോ മാത്രമല്ല, പലപ്പോഴും മനുഷ്യൻ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും അപകടകാരി എന്നത് കടൽ തന്നെയാണ്. അത്തരത്തിൽ നിരവധി കണ്ടെയ്നറുകളും കാറുകളോടും കൂടി കടലിൽ മുങ്ങിപ്പോയ കപ്പലുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. റീന ഷിപ്പ് ന്യൂസിലാൻഡിന് സ്വന്തമായിട്ടുള്ള ഈയൊരു റീന കപ്പൽ 5 ഒക്ടോബർ 2011 ന്യൂസിലാൻഡിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ കപ്പൽ ഒരു പാറയിലിടിച്ച് കപ്പലിന്റെ അടിഭാഗം തകരുകയും കപ്പൽ ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കുറേശ്ശെയായി കടലിലേക്ക് മുങ്ങിപ്പോവുകയുമായിരുന്നു. ഈ കപ്പലിൽ 1368 കണ്ടെയ്നറുകളും 1650 ടൺ ക്രൂഡ് ഓയിലും ഉണ്ടായിരുന്നു. കപ്പലിന്റെ അടിഭാഗം പൊട്ടിയതുകൊണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിലെല്ലാം കടലിൽ മിക്സായി ന്യൂസിലാൻഡ് കടൽ തീരത്ത് വലിയ രീതിക്കുള്ള ഡാമേജ് ഉണ്ടാക്കി. അവസാനം ഈ കപ്പൽ രണ്ടായി പിളർന്ന് കടലിൽ മുങ്ങുകയായിരുന്നു. ഇൻഷുറൻസ് കമ്പനി നടത്തിയ അന്വേഷണത്തിൽ കപ്പലിന്റെ ക്യാപ്റ്റനും കപ്പലിന്റെ നാവിഗേഷൻ ഓഫീസർക്കും പറ്റിയ ശ്രദ്ധക്കുറവ് കാരണമാണ് ഈ കപ്പൽ കടലിൽ മുങ്ങിപ്പോയത് എന്ന് കണ്ടെത്തി. ഈ ഒരു കാരണത്താൽ ഇവർ രണ്ടുപേർക്കും 7 മാസം ജയിൽ ശിക്ഷ വിധിക്കുകയും ഇവർ രണ്ടുപേരും ഇനി ഒരിക്കലും ഒരു കപ്പലിലും ജോലി ചെയ്യാൻ പാടില്ല എന്ന് ബാൻ ചെയ്യുകയും ചെയ്തു. ഒണ്ണാപ്പസ് ഈ ഒരു ഒണ്ണാപ്പസ് കപ്പൽ ജപ്പാനിൽ ഉള്ള ഒരു ബിസിനസ്മാന്റെ ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പാണ്. നവംബർ 2020 ഈ കപ്പൽ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് 2000 കണ്ടെയ്നേഴ്സ് കയറ്റി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റിൽപ്പെട്ട് ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരുപാട് കണ്ടെയ്നറുകൾ കടലിൽ വീണു പോവുകയായിരുന്നു. ഈ കപ്പലിൽ ആന്റി റോളിംഗ് ടാങ്ക് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് വലിയ തിരമാലകൾ വരുന്ന സമയത്ത് കപ്പൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ വെള്ളം നിറച്ചുകൊണ്ട് കപ്പൽ ഒരു സൈഡിലേക്ക് കൂടുതൽ ചരിയാതെ ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യും. ഈ കപ്പലിൽ ഈ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കപ്പൽ കടലിൽ മുങ്ങാതെ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ നിരവധി കണ്ടെയ്നറുകൾ അപ്പോഴേക്കും കടലിൽ വീണു പോയിട്ടുണ്ടായിരുന്നു. അതിലും 1000-ൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇതുപോലെ പൊട്ടിപ്പോകുകയുമായിരുന്നു. ഈ കണ്ടെയ്നറുകൾക്കകത്തുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളിലും കടൽ വെള്ളം വീണ് $7.5 മില്യൺ നഷ്ടം സംഭവിച്ചിരുന്നു. ഗോൾഡൻ റേസ് സെപ്റ്റംബർ 2019 ഈ ഗോൾഡൻ റേസ് കപ്പൽ ജോർജിയയിൽ നിന്ന് കാനഡയിലേക്ക് 4200 കാറുകൾ കയറ്റി പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ചുഴലിക്കാറ്റ് കാരണം ഈ കപ്പൽ ഇതുപോലെ ചരിഞ്ഞു പോവുകയായിരുന്നു. ഇത് കാരണം കപ്പലിന്റെ അടിഭാഗം ഡാമേജ് ആവുകയും കപ്പലിനകത്ത് മുഴുവൻ വെള്ളം കയറി മുഴുവൻ കാറുകളും ഡാമേജ് ആയി പോവുകയും ചെയ്തു. ഇത് മാത്രമല്ലാതെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന 3 മെമ്പേഴ്സിന് പുറത്തു കടക്കാൻ പറ്റാതെ കപ്പലിനകത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്തു. അവസാനം റെസ്ക്യൂ ടീം വന്ന് കപ്പലിന് മുകളിൽ ഒരു ദ്വാരം ഉണ്ടാക്കി ഇവരെ രക്ഷപ്പെടുത്തിയത്. എന്നിരുന്നാലും ഈ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാ കാറുകളും നശിച്ചു പോവുകയായിരുന്നു. മോൾ കംഫർട്ട് ജൂൺ 2013 ഈ മോൾ കംഫർട്ട് കപ്പൽ 1200 കണ്ടെയ്നറുകളോടുകൂടി സിംഗപ്പൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കപ്പൽ ഒരു പാറയിലിടിച്ച് കപ്പലിന്റെ അടിഭാഗം മുഴുവനായി പൊട്ടി കപ്പലിനകത്തേക്ക് വെള്ളം കയറുകയും കപ്പൽ പതിയെ മുഴുവനായി വെള്ളത്തിനകത്തേക്ക് മുങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനു പുറമെ കപ്പലിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് കാറുകളെല്ലാം തീപിടിച്ച് കത്തുകയും ചെയ്തു. ഈ ആപത്തിൽ നിന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും സേഫ്റ്റി ബോട്ടിൽ രക്ഷപ്പെടുകയായിരുന്നു. കപ്പൽ അതിനുശേഷം 2 പീസായി പൊട്ടി വെള്ളത്തിനകത്തേക്ക് മുങ്ങിപ്പോയി. ഈ കപ്പൽ മുങ്ങി 4 മാസത്തിനു ശേഷം ഇൻഷുറൻസ് കമ്പനി നടത്തിയ അന്വേഷണത്തിൽ ഈ കപ്പൽ അപകടത്തിൽ മുങ്ങിയതല്ല, മറിച്ച് മനഃപൂർവ്വം ഈ കപ്പലിനെ പാറയിൽ ഇടിപ്പിക്കുകയും കപ്പലിൽ ഉണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് തന്നെ ഈ കപ്പലിന് തീ വെക്കുകയും ആയിരുന്നു എന്ന് മനസ്സിലായി. ഇങ്ങനെ പ്ലാൻ ചെയ്ത് കപ്പലിനെ മുക്കിയ മിസ്റ്റുബിസി ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരായി കേസെടുക്കുകയും അതിന്റെ ഓണറിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. MSC നെപ്പോളി ഈ MSC നെപ്പോളിയ കപ്പൽ ബ്രിട്ടനിലുള്ള ഒരു ബിസിനസ്മാന്റെ സ്വന്തമാണ്. ജനുവരി 2017 ഈ കപ്പൽ 2300 കണ്ടെയ്നറുകളെ കയറ്റിക്കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കടലിൽ ഉണ്ടായ വലിയ തിരമാലയിൽപ്പെട്ട് കപ്പൽ ഡാമേജ് ആയി കപ്പലിനകത്തേക്ക് വെള്ളം കയറി കപ്പൽ കുറേശ്ശെയായി വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ നിറയെ കണ്ടെയ്നറുകൾ ഇംഗ്ലണ്ടിലെ ബീച്ച് സൈഡിലേക്ക് അടിച്ചു കയറിയതുകൊണ്ട് ആ കണ്ടെയ്നറിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ ബീച്ചിൽ മുഴുവനും ആവുകയായിരുന്നു. വില കൂടിയ BMW ബൈക്കുകൾ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. എന്നിരുന്നാലും ഈ കപ്പൽ മുഴുവനായി മുങ്ങിപ്പോകാത്തതുകൊണ്ട് ഇംഗ്ലണ്ട് ഗവൺമെന്റ് ഈ കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന കണ്ടെയ്നറുകളെ മറ്റൊരു കപ്പലിലേക്ക് മാറ്റിയ ശേഷം ഈ കപ്പലിനെ 3 പീസായി കട്ട് ചെയ്ത് കടലിൽ തന്നെ മുക്കുകയായിരുന്നു.
ഫ്ലിൻഡർ സ്റ്റാർഷിപ്പ്. ഡച്ച് നാട്ടിലുള്ള ഈയൊരു കപ്പൽ ബെൽജിയത്തിൽ നിന്ന് 16 ടൺ ക്രൂഡ് ഓയിൽ കയറ്റിക്കൊണ്ട് നെതർലാൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പാറയിലിടിച്ച് കപ്പലിന്റെ അടിഭാഗത്ത് ഹോള് വീഴുകയും കപ്പൽ കുറേശ്ശെയായി വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്തു. ആദ്യം ഇതിനെപ്പറ്റി എല്ലാ പേരും അറിയാതെ പറ്റിയ ഒരു ആപത്താണെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇൻഷുറൻസ് കമ്പനി നടത്തിയ അന്വേഷണത്തിൽ ഈ കപ്പൽ വളരെ പഴയതായതുകൊണ്ട് ഈ കപ്പലിനെ മനഃപൂർവ്വം പാറയിലിടിച്ച് കടലിൽ മുക്കിയതാണെന്ന് മനസ്സിലായി. പൊതുവായി എല്ലാ കപ്പലുകളുടെയും അടിഭാഗത്ത് ചുവപ്പ് കളർ പെയിന്റ് അടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പെയിന്റിനെ ആന്റി ഫോളിംഗ് പെയിന്റ് എന്നാണ് പറയുന്നത്. ചുവപ്പ് കളറിൽ ഈ പെയിന്റിനെ കപ്പലിന്റെ അടിഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ കടലിലുള്ള പായൽ പോലെയുള്ള സാധനങ്ങൾ കപ്പലിൽ പറ്റിപ്പിടിക്കില്ല. എന്നാൽ ഈയൊരു കപ്പലിൽ ഈ ആന്റി ഫോളിംഗ് പെയിന്റ് പോലും ഉണ്ടായിരുന്നില്ല. കപ്പലിനെ മനഃപൂർവ്വം മുക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് ഈ കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഇൻഷുറൻസ് കമ്പനി ഈ കപ്പലിന്റെ ഓണർക്കെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എവർ ഗിവൺ. ഈ ഒരു എവർ ഗിവൺ കപ്പലാണ് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ കാർഗോ കപ്പൽ. ഈ കപ്പലിന്റെ നീളം മാത്രം 1312 ഫീറ്റ് ആണ്. ഈ കപ്പലിൽ ഏകദേശം 23,992 കണ്ടെയ്നർ വരെ കയറ്റാൻ സാധിക്കും. ഈ കപ്പൽ 2021 ഈജിപ്തിലുള്ള സ്യൂസ് കനാൽ ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എഞ്ചിൻ സ്റ്റക്കായി കുടുങ്ങിപ്പോവുകയായിരുന്നു. വെറും 6 ദിവസം ഈ ഒരു കപ്പൽ ഈ കനാലിൽ കുടുങ്ങിപ്പോയതിന് ഈജിപ്ത് ഗവൺമെന്റ് ഈ കപ്പലിന് $900 മില്യൺ ഫൈൻ ഇടുകയായിരുന്നു. ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം 73,000 കോടി രൂപയ്ക്ക് മുകളിൽ. ഇൻഷുറൻസ് പണത്തിനു വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ കപ്പലിനെ കടലിൽ മുക്കുന്നവരെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവെന്ന് കമന്റ് ചെയ്തേക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കൂ.